Hello everyone, I'm back again with another episode that is accusative preposition. Okay, preposition എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഞാൻ സിറ്റിയിലൂടെ വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വനത്തിലൂടെ ഓടുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ടീമിനെതിരായിട്ട് കളിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ ഏകൻ ഫ്യൂർ ഓണേ ഓണേ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. ഓക്കെ, ഞാൻ പഞ്ചസാര ഇടാതെ, വിത്തൗട്ട് ഷുഗർ ഐ എം ഡ്രിങ്കിങ് ഓണേ സുക്കർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പം ദൂസ് എന്ന് പറഞ്ഞാല് ഓക്കെ ത്രൂ, അത് വഴി. ഫ്യൂർ എന്ന് പറഞ്ഞാൽ വേണ്ടി. ഓക്കെ, നിനക്ക് വേണ്ടി മാത്രം. ഗേഗൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ്, എതിരായിട്ട്. ഓണ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, വിത്തൗട്ട്. എന്ന് പറഞ്ഞാൽ സമയത്തിന്, ഒന്ന് രണ്ട് സമയത്തിന് പറയും, പിന്നെ അതിന് ചുറ്റുപാട്, എറൗണ്ട് എന്ന് പറയും. അപ്പോൾ ദൂസ് എന്ന് പറഞ്ഞാൽ ത്രൂ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയിലൂടെ അല്ലെങ്കിൽ വനത്തിലൂടെ ഓടുന്നു. ഓക്കെ, ഫ്യൂർ വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം, അല്ല നിനക്ക് വേണ്ടി ഞാൻ പൂക്കൾ വാങ്ങിക്കുന്നു. ഐ എം ജസ്റ്റ് ബൈയിങ് ഫോർ യു. ഓക്കെ, ഗേഗൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ്, ഐ എം പ്ലേയിങ് ഓർ ടോക്കിംഗ് എഗെയിൻസ്റ്റ് യു, നിനക്ക് എതിരായി ഞാൻ കളിക്കുന്നു, സംസാരിക്കുന്നു. ഓണെ, ഓണെ മീൻസ് വിത്തൗട്ട്, ഇല്ലാതെ. ഇഷ്ടങ്കെ കാഫെ ഓണെ സുക്കർ. ഓക്കെ, ഞാൻ ഷുഗർ ഇല്ലാതെ ഞാൻ കാപ്പി കുടിക്കുന്നു. സമയം. ഓക്കെ, സമയം എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്ത് ഞാൻ വരുന്നു. പിന്നെ ചുറ്റുപാടി, ഓക്കെ, അറൗണ്ട് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് പഠിക്കാം. ഗേഗൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ വണ്ടി മരത്തിലേക്ക് പോയി ഇടിച്ചു. ഓക്കെ, ദസ് ഔട്ട് ഓഫ് ഫെയ്റ്റ് ഗേഗൻ ദെൻ ബൗം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത് അക്യൂസാറ്റീവ് പ്രൊപ്പോസിഷൻ ആണ്. അക്യൂസാറ്റീവ് പ്രൊപ്പോസിഷൻ ആകുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ എപ്പോഴും ശ്രദ്ധിക്കുക. മസ്കുലിൻ ആകുമ്പോൾ ദെൻ വരും, ഫെമിൻ ആകുമ്പോൾ ദി വരും, നോയിട്രം ആകുമ്പോൾ ദസ് വരും. ഓക്കെ, പ്ലൂറൽ ആകുമ്പോൾ ദി വരും. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഗേഗൻ എപ്പോഴും വരുന്നത് അക്യൂസറ്റീവ് ആയിരിക്കും. അപ്പോൾ അക്യൂസറ്റീവ് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ അക്യൂസറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ദസ് ഓട്ടോ ഫെയ്ഡ് ഗേഗൻ ദെൻ ബൗം. അപ്പം ബൗം എന്നുള്ളത് മസ്കുലിൻ ആണ്, അതുകൊണ്ട് അതിന്റെ ആർട്ടിക്കിൾ വരുന്നത് ദെൻ ബൗം ആവും. ദർ ബൗം എന്നുള്ളത് ദെൻ ബൗം ആവും. Wir spielen heute gegen andere Mannschaft. വേറെ ടീമിനെതിരെ കളിക്കുന്നു. നമ്മൾ ടീമിനെതിരെ കളിക്കുകയാണ്. ഓക്കെ, ഇവിടെ ദി മാൻഷാഫ്റ്റ് ആണ്. ഓക്കെ, ദി മാൻഷാഫ്റ്റ് വരുമ്പോഴത്തേക്കും ഫെമിനിൻ ആണ്, അതുകൊണ്ട് ദി തന്നെ വരുന്നു, വ്യത്യാസം വരുന്നില്ല. Er ist gegen das neue Gesetz. ഓക്കെ, er ist gegen das neue Gesetz. ആ പുതിയ നിയമത്തിന് അവൻ എതിരാണ്. Das Gesetz ആണ്, അതുകൊണ്ടാണ് ദസ് ഗസറ്റ്സ് തന്നെ വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അക്യൂസാറ്റീവില് മസ്കുലിൻ വരും മാത്രം ദേൻ ആകുന്നു, ബാക്കിയെല്ലാം ദി ദസ് ആകുന്നു. ഓക്കെ, അപ്പൊ ഗേഗൻ വരുന്നത്. ഇനി നമുക്ക് ഓണെ, ഇല്ലാതെ. അപ്പോൾ ഓണെ ഓണെ മൈനൻ ഫൈൻഡ്, ഞാൻ എന്റെ സുഹൃത്ത് ഇല്ലാതെ, അവനെ കൂടാതെ ഞാൻ പോകുന്നു. ഓണെ മൈനൻ ഫൈൻഡ്. ഓക്കെ, ഓണെ അവനില്ലാതെ, ഫൈൻഡ് ഇല്ലാതെ. അല്ലെങ്കിൽ സി ഈസ്റ്റ് ഓണെ മെസ്സർ. ഓക്കെ, കത്തിയും ഫോർക്കും സ്പൂണും ഒന്നും ഇല്ലാതെ, മെസ്സ് എന്ന് പറഞ്ഞാൽ കത്തി. ഓക്കെ, കത്തി ഇല്ലാതെ അവൾ കഴിക്കുന്നു. അവൻ ഇടവേളയില്ലാതെ, പൗസ എന്ന് ഇടവേളയില്ലാതെ, ബ്രേക്ക് ഇല്ലാതെ അവൻ ജോലി ചെയ്യുന്നു. അപ്പോൾ ഓനെ ഇല്ലാതെ, വിത്തൗട്ട്. ഇനി ദൂസ്, അത് വഴി. ഓക്കെ, ത്രൂ ദാറ്റ്. ഞാൻ കാട്ടിലൂടെ പോകുന്നു. ഓക്കെ, വാൾഡ്, ദർ വാൾഡ് ആണ്, അതുകൊണ്ടാണ് ദർ വാൾഡ് മസ്കുലിൻ ആണ്, അതുകൊണ്ടാണ് ദെൻ വാൾഡ് അക്യൂസറ്റീവ് ആകുമ്പോൾ ദെൻ വാൾഡ് ആകുന്നത്. ഓക്കെ, നാം നഗരത്തിലൂടെ ഡ്രൈവ് ചെയ്യുന്നു. വി ആർ ഡ്രൈവിംഗ് ത്രൂ ദ സിറ്റി. അപ്പോൾ സ്റ്റട്ട് ദി ആണ്, ഫെമിനിൻ ആണ്, അതുകൊണ്ടാണ് ദി സ്റ്റട്ട് വരുന്നത്. The sun shined through the fenster. Okay, സൂര്യൻ ജാലകത്തിലൂടെ പ്രകാശിക്കുന്നു. Okay, ജാലകം means sun is coming through the window. Okay, so the sun. Okay, സൂര്യൻ shined through the fenster. Okay, അല്ലെങ്കിൽ ഞാൻ
എന്താണ് ദൂഷ്? ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. ഓക്കെ, ഡോണ്ട് ഡു ദാറ്റ്. ഫിയോ, അടുത്ത ഫിയോ, വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. ദാസ് ഈസ് ഫിയോ മൈൻ ബ്രൂഡർ, ഇത് എൻ്റെ സഹോദരന് വേണ്ടിയാണ്. അപ്പം മൈൻ ബ്രൂഡർ മസ്കുലിനാണ്, അത് അക്യൂസേറ്റീവ് വരുമ്പോൾ മൈനൻ ബ്രൂഡർ ആകുന്നു. Ich kaufe Blumen für meine Mutter. Okay, ഞാൻ എൻ്റെ അമ്മയ്ക്കായിട്ട് പൂക്കൾ വാങ്ങിക്കുന്നു. I'm just buying flowers for my mother. For. Das Geschenk is für dich. ഈ സമ്മാനം നിനക്കായിട്ടാണ്. നിനക്ക് വേണ്ടി മാത്രം. അപ്പം വേണ്ടി, എന്ന് പറഞ്ഞാൽ. ഇനി ഉമ്മിന് രണ്ടർത്ഥമാണുള്ളത്, എറൗണ്ട്, സമയവും. അപ്പോൾ ദ ഫിലിം ബിഗിൻ ആക്ഷൻ ഓവർ. ഓക്കെ, സിനിമ 6 മണിക്ക് തുടങ്ങുന്നു. അപ്പം ഇപ്പൊ ഞാൻ സാറിന് 8 മണിക്ക് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നുറങ്ങുന്നു. അപ്പോൾ ആക്ഷൻ ഓവർ, സെൻ ഓവർ, ഹെൽഫ് ഓവർ, സമയത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു എപ്പിസോഡ് തന്നെയുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ സമയം എങ്ങനെ പറയാമെന്നുള്ളത് പഠിക്കാം. ഓക്കെ, ഞങ്ങള് അല്ലെങ്കിൽ നാം മേശയുടെ ചുറ്റും ഇരിക്കുന്നു. അപ്പൊ ചുറ്റും, ഒന്ന് സമയത്തെ പറയുന്നു, രണ്ടാമത് ചുറ്റും എന്ന് പറയുന്നു. മൂന്നാമത് ദി കിൻഡർ ലൗഫൻ ദാസ് ഹൗസ്. ഓക്കെ, കുട്ടികൾ വീടിന് ചുറ്റും ഓടുന്നു. ഇവിടെ അക്യൂസേറ്റീവ് ടൈം ഫ്രേസ് ആണ്. ദെൻറ്റിഷ് ആകുന്നു. ഓക്കെ, ദെൻറ്റിഷ് ആകുന്നു, കാരണം ദെർട്ടിഷ് മസ്കുലിനാണ്, അത് ദെൻറ്റിഷ് ആകുന്നു. അതുപോലെ ദ കിൻഡർ ലൗഫൻ ദാസ് ഹൗസ്, ദാസ് ഹൗസ് നോയിട്രമാണ്, അത് ദാസ് ഹൗസ് തന്നെ എന്ത് ചെയ്യുന്നു. ഈ പ്രത്യേകിച്ച് ആർട്ടിക്കിളിനെ കുറിച്ച്, നോം, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, അതിലെ ആർട്ടിക്കിൾസിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. മസ്കുലിൻ എന്താണ്, ഫെമിനിൻ എന്താണ്, നോയിട്രം എന്താണ്, പ്രത്യേകം ഇറക്കുന്നുണ്ട്. Then we'll see that in detail. Okay, clear? But now I'll show you one beautiful thing. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറയാം. എന്താണ്? ഗേഗൻ, ഓനെ, ദൂഷ്, പിന്നെന്താണ്? ഫ്യൂർ, ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്ത് പറയാം? ഗേഗനാകുമ്പോ ജി, ഓണയാകുമ്പോ ഓ, ഡി ആകുമ്പോ ദൂഷ്, ഫ്യൂർ, ഓക്കെ, എഫ്, ഫ്യൂം. അപ്പം ഗോട്ട്, ഫ്യൂം എന്ന് പഠിച്ചാൽ അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ ക്ലിയർ ആയി. ഗോട്ട്, ഫ്യൂം, ഗോട്ട്, ഗേഗൻ, ഓണെ, ദൂഷ്, ഫ്യൂർ, Bye. Bis bald.